السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين وصلى الله وسلم على نبينا محمد الأمين وعلى آله وصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا أما بعد. ഇപ്പോൾ പേജ് നമ്പർ 518 അല്ലേ? സൂറത്ത് ഖാഫ്. എൻ്റെ ഓർമ്മയിലെ 10 കൊല്ലമായില്ലേ നമ്മളിത് തുടങ്ങിയിട്ട്. ഈ സൂറത്ത് ഒരിക്കൽ നമ്മൾ എടുത്തു പോയതാണ്. അന്ന് ഈ സംവിധാനമൊന്നുമില്ല. നമ്മുടെ മദ്രസയിൽ വെച്ച് ഈ സൂറത്തൊന്ന് എടുത്തു പോയതാണ്. അന്നില്ലാത്ത ആളുകളാണ് ഇവിടെ കൂടുതൽ പുതിയതുള്ളത് എന്നതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അത് പറഞ്ഞു പോകാം. മാത്രമല്ല 10 കൊല്ലം അത് എടുത്തത് എൻ്റെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ എന്നതുകൊണ്ട് അതിപ്പോഴും പുതുമയായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെയുള്ള സംഗതി. അപ്പൊ ഫദക്കിർ എന്ന ആയത്ത് അതാണ്. പറഞ്ഞത് തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടേയിരിക്കുക, വിശ്വാസികൾക്ക് അത് ഗുണകരമാകും എന്ന് പറഞ്ഞത്. ഇപ്പൊ നോക്കുകയാണ്, ഇതൊരിക്കൽ വിശദമായി ചർച്ച ചെയ്തു പോയ സംഗതിയാണ്. നമുക്ക് ആർക്കും അത് ഓർമ്മയില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി അത് പറഞ്ഞാലും പുതുമ നഷ്ടപ്പെടുകയും ഇല്ല. എന്നാ ഒന്ന് ഓതി നോക്കാം. പദം പദം ഓതണോ? എവിടെ നമ്മളെ ഖാലിദ് സാഹിബ്? പദം പദം ഓതണം. ശരി, പദം പദം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قاف والقرآن المجيد. قاف والقرآن المجيد. بل عجبوا أن جاءهم منذر منهم. بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب. فقال الكافرون هذا شيء عجيب. أإذا متنا وكنا ترابا ذلك رجع بعيد. أإذا متنا وكنا ترابا ذلك رجع بعيد. قد علمنا ما تنقص الأرض منهم. قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ. وعندنا كتاب حفيظ. بل كذبوا بالحق لما جاءهم. بل كذبوا بالحق لما جاءهم فهم في أمر مريج. فهم في أمر مريج.
أفلم ينظروا إلى السماء فوقهم أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج كذبت قبلهم قوم نوح وأصحاب الرس وثمود كذبت قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد
كل كذب الرسل فحق وعيد أفعينا بالخلق الأول ഒന്ന് നിർത്തിയിട്ട് മെല്ലെ അഫ അഴയീന എന്ന് പറയണം. അഴീനിന് ശേഷം 2 യാ ഉണ്ടാവും അല്ലേ? അഫ അഴയീ എന്ന് നീട്ടണം. അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വലി സാവധാനം പഠിച്ചാൽ മതി. അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വലി ഓക്കെ അല്ലേ? അഫഅയ്ന ബിൽ ഖൽഖിൽ അവ്വലി ബൽ ഹും ഫീ ലബ്സിൻ മിൻ ഖൽഖിൻ ജദീദ് بل هم في لبس من خلق جديد يلا قاف والقرآن المجيد بل عجبوا أن جاءهم منذر منهم فقال الكافرون هذا شيء عجيب أإذا متنا وكنا ترابا ذلك رجع بعيد قد علمنا ما تنقص الأرض منهم وعندنا كتاب حفيظ بل كذبوا بالحق لما جاءهم فهم في أمر مريج أفلم ينظروا إلى السماء فوقهم كيف بنيناها وزيناها وما لها من فروج والأرض مددناها وألقينا فيها رواسي وأنبتنا فيها من كل زوج بهيج تبصرة وذكرى لكل عبد منيب ونزلنا من السماء ماء مباركا فأنبتنا به جنات وحب الحصيد والنخل باسقات لها طلع نضيد رزقا للعباد وأحيينا به بلدة ميتا كذلك الخروج قبلهم قوم نوح وأصحاب الرس وثمود وعاد وفرعون وإخوان لوط وأصحاب الأيكة وقوم تبع كل كذب الرسل فحق وعيد أفعينا بالخلق الأول بل هم في لبس من خلق جديد ആദ്യം അനീഫാക്ക് കിടക്കൊന്ന് മുഖത്ത് നോക്കി ഞാൻ ഫിറഔൻ എന്ന് പറഞ്ഞു അല്ലേ? റാഇന് മുമ്പിലുള്ള അക്ഷരത്തിന് ഫത്ഹോ കസ്റോ ലൊമ്മോ ആവുകയും പിന്നീട് വരുന്ന റാഇന് കസ്റോ സുക്കൂനോ ആവുകയും ചെയ്താൽ ആ റാഇനെ രി അല്ലെങ്കിൽ ര് എന്നാണ് വായിക്കേണ്ടത് എന്നാണ് ശരിയായ അഭിപ്രായം. റാ രി റു ര് എന്നാണ് വായിക്കേണ്ടത് എന്നർത്ഥം. അപ്പോ അതാണ് ശരിയായ വായന. ഫിറഔൻ എന്നല്ല, ഫിർഔൻ എന്നാണ് വായിക്കുന്നത്. ഫിർഔൻ അതാണ് ശരി. ഇനി ഒന്ന് നോക്കിക്കോളി, ഈ ആയത്തുകളുടെ എല്ലാത്തിൻ്റെയും അവസാനത്തിൽ ഒന്നോ രണ്ടോ ഹഫീൽ അല്ലാത്ത എല്ലാ ആയത്തുകളും അവസാനിപ്പിച്ചിരിക്കുന്നത് ദാല് കൊണ്ടായിരിക്കും. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, ബാ ഉണ്ട്, ദാല് ബാ എന്നീ രണ്ടക്ഷരങ്ങളാണ് ഇതിൽ മിക്ക ആയത്തുകളിലും ഉള്ളത്. ഖാഫ്, ത്വാ, ബാ, ജീം, ദാല്
അഞ്ചക്ഷരങ്ങൾ. ഖുത്തുബുജദ് എന്നാണ് അത്. ഞങ്ങൾ മദ്രസയിലെ കുട്ടികളെ പറഞ്ഞു കൊടുക്കാം, പെട്ടെന്ന് പഠിക്കാം. അങ്ങനെയല്ല പറഞ്ഞത്, ഖുത്തുബുജദ് എന്ന് പറഞ്ഞു. ഈ അഞ്ചക്ഷരങ്ങൾ ആയത്തിന്റെ ഏതു ഭാഗത്ത് വന്നാലും അതിന് എന്ത് ഹർക്കത്താണെങ്കിലും, ഫതഹാണെങ്കിലും കസ്റാണെങ്കിലും ലമ്മാണെങ്കിലും സുക്കൂനാണെങ്കിലും, അത് ശബ്ദിന്റെ അടുത്തു കനമുള്ള സ്വരത്തിൽ വായിക്കണം. ശബ്ദാക്കാൻ പറ്റൂല. ശബ്ദ് പോലെ, ശബ്ദിന്റെ തൊട്ട്, ശബ്ദിന്റെ ഒരു അനിയൻ അളിയൻ എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ ലേശം കനപ്പെട്ട് വായിക്കണം. അപ്പൊ മജീദ് എന്നല്ല, മജീദ് എന്ന് വായിക്കണം. ഖാഫുൽ ഖുർആനിൽ മജീദ്. അതേപോലെ ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ് എന്ന് വായിക്കണം. ഈ അക്ഷരങ്ങൾക്കെല്ലാമുള്ള അജീബ് എന്ന് വായിക്കണം. അബ്ബ. അപ്പൊ കുറച്ചുകൂടി കട്ടി വേണം രണ്ടിന്റെയും കൂടെ നടുകിൽ. അതാണ് ഞാൻ അനിയൻ അളിയൻ എന്നൊക്കെ പറഞ്ഞത്. ശ്രദ്ധയിടുന്ന മൂപ്പുണ്ടാവരുത്. എന്നാൽ അതിന്റെ തൊട്ട് താഴെ സാധാരണ വായിക്കുന്നത് പോലെ ഹഫീൽ വായിക്കണ്ടല്ലോ. ഇതിലൊരു ഹഫീൽ ഉണ്ടല്ലോ. അതാണ് പിന്നെ അത് അലിംനാമാ തംഖുസുൽ അർളു മിൻഹും വഇൻദനാ കിതാബുൻ ഹഫീൽ. ഹഫീൽ സാധാരണ ഒരു അക്ഷരത്തിലാണ് വായിക്കുക. സാധാരണ അക്ഷരത്തിൽ. സബ്ബിഹ്സ്മ റബ്ബിക്കൽ അഅല സാധാരണ അക്ഷരങ്ങളിലാണ് ഇതൊക്കെ വായിക്കുക. ഈ അഞ്ചക്ഷരങ്ങൾ എവിടെ വന്നാലും ഒന്ന് ഉറച്ച് പറയണം എന്ന് മാത്രം. ഒന്ന് ഉറച്ച് പറയണം. ഒസമായി വത്താരിക്കോ, ഒസമായി വത്താരിക്കല്ല, ഒസമായി വത്താരിക്കോ, ഒസമായി ദാത്തിൽ ബുറൂജ്. ഇവിടെ ഉണ്ടാവും. ഈ അഞ്ചക്ഷരങ്ങൾ ഒന്ന് ഉറപ്പിച്ച് പറയണം. അപ്പൊ അതിന്റെ പേരും കാര്യങ്ങളൊന്നും കൂടി പഠിക്കണ്ട. ഈ അക്ഷരം ഒന്ന് ഉറപ്പിച്ച് പറയണം എന്ന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇപ്പൊ ഖാഫ് വൽ ഖുർആനിൽ മജീദ്, സൂറത്ത് ഖാഫ്. ആദ്യത്തെ അക്ഷരമാണ് ഈ സൂറത്തിന്റെ പേര്. നമ്മൾ പലതവണ പറഞ്ഞതാണ്. ഖുർആനിൽ 29 അധ്യായങ്ങളിൽ ഇങ്ങനെ 14 അക്ഷരങ്ങൾ പല രൂപത്തിൽ മാറിയും മറിഞ്ഞും വന്നുകൊണ്ടേയിരിക്കും. 14 അക്ഷരങ്ങൾ 29 സൂറത്തുകളുടെ ആദ്യത്തിൽ പല രൂപത്തിൽ വന്നുകൊണ്ടിരിക്കും. അതിൽ കാഫുണ്ട്, നൂനുണ്ട്. ഒറ്റ അക്ഷരങ്ങളിൽ വന്ന അത് രണ്ടുമാണ്. നൂൻ വൽ കലമിയുമായ സൂറ ഖാഫ് വൽ ഖുർആനിൽ മജീദ്. പിന്നെ ഹാമീം എന്ന് രണ്ടക്ഷരത്തിൽ വന്നതുള്ളൂ. താഹ എന്നിങ്ങനെ രണ്ടക്ഷരത്തിൽ, യാസീൻ ഒക്കെ രണ്ടക്ഷരത്തിൽ വന്ന. അലിഫ് ലാം മീം, അലിഫ് ലാം റ എന്നിങ്ങനെ 3 അക്ഷരത്തിൽ വന്നതുണ്ട്. അലിഫ് ലാം മീം സ്വാദ് എന്നിങ്ങനെ 4 അക്ഷരത്തിൽ വന്നതുണ്ട്. കാഫ് ഹാ യാ ഐൻ സ്വാദ് എന്നിങ്ങനെ 5 അക്ഷരം ഒന്നായി വന്നതുണ്ട്. ഹാമീം ഐൻ സീൻ ഖാഫ് എന്നിങ്ങനെ 5 അക്ഷരങ്ങൾ 2 ആയത്തുകളായിട്ട് വന്നതുമുണ്ട്. ഹാമീം ഐൻ സീൻ ഖാഫ് എന്ന് വന്നതുണ്ട്. അലിഫ് ലാം റ എന്ന് വന്നതുണ്ട്. അലിഫ് ലാം മീം റ എന്ന് വന്നതുമുണ്ട്. അപ്പോ ആ ആയത്തുകളൊക്കെ നീ അലിഫ് ലാം റ എന്ന് വായിക്കണം, അലറ എന്ന് വായിക്കണ്ട. അലിഫ് ലാം മീം റ എന്ന് അലമാറ എന്നും വായിക്കണ്ട എന്ന് കുട്ടികൾക്ക്, നമ്മളെ പേരെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ കേവല അക്ഷരങ്ങൾ അതങ്ങനെ തന്നെ അക്ഷരങ്ങളായിട്ട് തന്നെ പാരായണം ചെയ്യുക എന്നതാണ് അതിന്റെ രീതി. എന്താണ് അവയുടെ അർത്ഥം, ആശയം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറയേണ്ടത് എന്താ അറിയോ? നമുക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞത് വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ എന്നാണ്. നിങ്ങൾക്ക് എന്തറിവാണ് ഇവിടെ ഉള്ളത് എന്ന് നാടൻ മലയാളം. ഉള്ളത് വളരെ കുറഞ്ഞ അറിവല്ലേടോ എന്ന് നമ്മൾ ചോദിക്കൂല. എനിക്കിപ്പോ എന്താ അറിയാം എന്ന് ചോദിക്കുന്ന ആ ചോദ്യമാണ് വഹി ലഭിച്ചു കൊണ്ടിരിക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഒരിക്കൽ തോന്നിപ്പോയി അദ്ദേഹമാണ് നാട്ടിലെ വലിയ അറിവുള്ളവൻ എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ല മൂസ, അല്ല, നാട്ടിൽ വേറെ എല്ലാ ആൾക്കാരുണ്ട്. ഇജന്ന് ഇങ്ങനെ പോയി നോക്ക്. അന്റെ ഭക്ഷണം എവിടെയോ ഒരിടത്ത് വെച്ച് നഷ്ടപ്പെടും. തിരിച്ചു വരുമ്പോ അവിടെ ഒരു മൂടി പൊറിച്ച ആളിരിക്കുന്നുണ്ടാവും. അയാൾക്ക് എന്നെക്കാളും കൂടുതൽ അറിവുണ്ട്. അതാണ് സൂറത്തുൽ കഹ്ഫിലെ മൂസ ഖദിർ സംഭവം വരുന്നത്. അപ്പൊ നമുക്ക് അറിവില്ല എന്നാണ്ട് വെച്ചാൽ മതി. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ തന്നെ പിന്നെ ഇരിക്കുന്ന
എത്ര ആളുകളുടെ പേരുകൾ തമ്മിൽ നമുക്കറിയും? അറിയില്ലല്ലോ. ഉറപ്പല്ലേ? എനിക്ക് നിങ്ങളിൽ മുക്കാൽ ഭാഗത്തിന്റെ പേരറിയില്ല. നിങ്ങളുടെയൊക്കെ അവസ്ഥ അതിന് വേണ്ട. നമ്മളുടെ കുടുംബത്തിലെ മക്കളുടെ പേരറിയും, പേരക്കുട്ടികളുടെ എല്ലാവരുടെയും പേരെന്ന് പറഞ്ഞാണ്. ഈ കുഞ്ഞൂട്ടി, കുഞ്ഞോള്, കുഞ്ഞാമി അല്ലാത്ത പേരെന്ന് പറഞ്ഞാണ് ഒറിജിനല്. അത് നമ്മളെ ചോരയല്ലേ? വേണ്ട, നമ്മളെ വീട്ടിൽ എത്ര തലയണ ഉണ്ടെന്നൊന്ന് പറഞ്ഞാണ്. നമ്മൾ നോക്കിയല്ലേ? നമ്മളെ അടുക്കളയിൽ എത്ര കല ഉണ്ടെന്ന് നമ്മുടെ പെണ്ണുങ്ങളൊന്ന് പറയട്ടെ. ഒരു കൈമൽ തന്നെയാണ് പണി. അപ്പൊ നമ്മൾ ഇതിന് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയാനാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത്. നമുക്കറിയാത്ത കാര്യങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ അതാണ് അറിയുന്ന കാര്യങ്ങളുടെ എത്രയോ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഈ അറിയാത്ത കാര്യത്തിന്റെ പിന്നാലെ പാഞ്ഞ് എല്ലാ കാര്യത്തിന്റെയും കൂടെ പിന്നാലെ അറിയണം. നിങ്ങൾ വാശി പിടിക്കരുത്. അങ്ങനെ വാശി പിടിച്ച ആൾക്കാരാണ് അലിഫ് ലാം മീം എന്ന് പറഞ്ഞപ്പോ അല്ലാഹ് എന്നതിന്റെ ഷോർട്ടാണ് അലിഫ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്റെ ഷോർട്ടാണ് ലാം, മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ ഷോർട്ടാണ് മീം എന്ന് പറഞ്ഞു വെച്ചത്. അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് അവർ പറഞ്ഞുപോയി. അപ്പൊ നമ്മൾ ചോദിച്ച അലിഫ് ലാം മീം റാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളാണ് അലമാറ എന്ന് പറയേണ്ടി വന്നത്. പെട്ടെന്ന് അതാണല്ലോ വരാൻ പോണത്. അപ്പൊ ഇതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ഈ ഇപ്പൊ യാസീൻ എന്ന നബിയുടെ പേരാണ് എന്ന് പറഞ്ഞു, ത്വാഹ എന്നത് നബിയുടെ പേരാണെന്ന് പറഞ്ഞു. എന്താ തെളിവ് എന്ന് വെച്ചാൽ ഞങ്ങളിപ്പോ തെളിവും നോക്കണ്ട, കാലങ്ങളായിട്ട് അങ്ങനെ നമ്മളെ പഠിച്ചു വരുന്നുണ്ട്, അത് അങ്ങനെ തന്നെ അംഗീകരിച്ചാൽ മതി എന്നാണ് നമ്മളോട് അതിൽ പറഞ്ഞു വന്നത്. സത്യത്തിൽ ഇവയുടെ അർത്ഥം എന്താണ് എന്ന ചോദ്യത്തിലേക്കുള്ള എളുപ്പമുള്ള മറുപടി സൂറത്ത് ആലി ഇമ്രാന്റെ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ ആയത്താണ്. പെട്ടെന്ന് നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടും. സൂറത്ത് ആലി ഇമ്രാൻ 6-ാമത്തെ ആയത്ത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഹുവല്ലദീ അൻസല അലൈക്കൽ കിതാബ, അല്ലാഹു ആണ് മുഹമ്മദ് നബി അങ്ങേക്ക് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. ഫിഹി ആയാത്ത് മുഹ്കമാത്ത്, അതിൽ വ്യക്തമായ അർത്ഥങ്ങളുള്ള ഒരുപാട് ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ്, അതാണ് ഈ വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാന. ഈ വ്യക്തമായ ആയത്തുകൾ അല്ലാത്ത വേറെ ചില ആയത്തുകളുണ്ട്. അത് മുത്തശാബിഹാത്താണ്. അത് എന്തുമാവാം, അർത്ഥവ്യക്തത ഇല്ലാത്തത് എന്നർത്ഥം. വ്യക്തമായ അർത്ഥകൽപ്പന നിങ്ങൾക്ക് നൽകാൻ കഴിയാത്ത, അള്ളാഹ്ക്ക് നൽകാൻ കഴിയാത്തത് എന്നല്ല, പടപ്പുകൾക്ക് നൽകാൻ കഴിയാത്തത് ചില കാര്യങ്ങൾ ആയത്തുകളായി തന്നെ അതിലുണ്ട്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫഅമ്മല്ലദീന ആമനു ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. ഈമാൻ ഉള്ളവർക്ക് പറയാനുണ്ടാവും. എന്താ അതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്കറിയില്ലോ അള്ളാന്റെ ഖുർആനിലുള്ളതാണ്, അതുകൊണ്ട് അത് ഖുർആനാണ് എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാൽ അവർ തടി സലാമത്താക്കും. എന്നാൽ അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, എന്തിനെ ഇങ്ങനെ കുത്തിത്തൂട്ടി നസികുശിയാക്കി കാക്കന്റെ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. എന്താണ്? മാന്തിപ്പൊളിച്ച് ആ ചെളിയാക്കി നശിപ്പിച്ച് വടക്കാക്കി അരിക്കാക്കുന്ന ആൾക്കാർ. അമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ, മനസ്സിൽ വക്രതയുള്ളവരുടെ ഖുർആൻ പറഞ്ഞത്. ഫയത്തബിഊന മാ തശാബഹ മിൻഹു, ഈ അവ്യക്തമായ ആയത്തുകളുടെ പിന്നാലെ കൂടാനാണ് അവർക്ക് താല്പര്യമുണ്ടാവുക. എന്തിനാണ്? ഇബ്തിഗാഅൽ ഫിത്ന, നാട്ടിൽ ഫിത്നയും ഫസാദ് ഉണ്ടാക്കലാണ് അവന് താല്പര്യം. മുബ്തിഗാ തഅ്വീലിഹി, ഇതിന്റെ വ്യാഖ്യാനാണ് പറഞ്ഞാലോ ആളൊരു പണ്ഡിതൻ തന്നെ കേട്ടോ എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയുമാണ്. അവിടെ അത് നിൽക്കണ്ട. വറാസിഖൂന ഫിൽ ഇൽമി വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്, ഇത്തരം ആയത്തുകളുടെ തഅ്വീല് വ്യാഖ്യാനം റബ്ബിനല്ലാതെ അറിയില്ല. റബ്ബിനല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്കറിയില്ല പറഞ്ഞാൽ ഞാൻ റബ്ബിനേക്കാൾ വലിയ ആളായിരുന്നില്ല ഇതിനർത്ഥം. അങ്ങനെ ഗുരുതരമായ വിഷയത്തിലുണ്ട്. വറാസിഖൂന ഫിൽ ഇൽമി, അറിവുള്ള മനുഷ്യന്മാർ പറയേ പോലൂന ആമന്ന ബിഹി, അത് കാഫായാലും വേണ്ടില്ല മീമായാലും വേണ്ടില്ല, അള്ളാന്റെ കിതാബിലുള്ളതാണ്. ആമന്ന ബിഹി, അത് ഞങ്ങൾ അംഗീകരിച്ച് വിശ്വസിച്ചു. എന്താണ്? കുല്ലും മിൻ ഇൻദി റബ്ബിന, അതൊക്കെ റബ്ബ് റസൂലിന് അവതരിപ്പിച്ചു കൊടുത്ത ആയത്തുകളാണ് ഞങ്ങൾ വിശ്വസിച്ചത്. അതൊക്കെ കൂടെ പഠിഞ്ഞോളന്ന്, സ്വന്തം പേരക്കുട്ടികളുടെ പേര് പോലും അറിയാത്ത ഞങ്ങൾക്ക് അതും കൂടെ പഠിഞ്ഞോളന്ന് ഒരു നിർബന്ധമില്ല. എൻ്റെ ഒരു പെങ്ങളുടെ പേര് കുഞ്ഞിമാന്ന. എൻ്റെ പെങ്ങളുടെ പേര് സത്യത്തിലോടെ പേര് കുഞ്ഞിമാന്നല്ല.
അവളെ പേര് മുനവ്വറാന്നാ. മുനവ്വറ. ഓളെ സ്കൂളിൽ കൊണ്ടുപോയി തീർക്കാൻ ചെന്നത് ഇന്റെ 4 മുകളിലുള്ള ജ്യേഷ്ഠൻ അബു. രണ്ടാളും ഇപ്പൊ ജീവിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഓല് കേട്ടാലും ഓല് ചിരിച്ചോളും. അങ്ങനെ അബു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത്. എന്താണ് അവളുടെ പേര് എന്ന് വെച്ചു. കുഞ്ഞു മാഷ്, ഹെഡ് മാഷ്. ഓല് മുനവറാന്ന് പറഞ്ഞു. മുനവറാന്ന് പറഞ്ഞു. മാഷക്ക് അത് മനസ്സിലായില്ല. അച്ചോ മാഷ് ചോദിച്ച്. അപ്പോഴും ഇവര് തന്നെ പറഞ്ഞു. രണ്ടാൾക്കും മനസ്സിലായില്ല. ഇവിടെ എന്താടാ വീട്ടിൽ വിളിക്കലെന്ന് ചോദിച്ചു. കുഞ്ഞിമാന്നാണ്. ISMന്റെ അല്ല MGMന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായപ്പോഴും ഓള് കുഞ്ഞിമ തന്നെ. ഇപ്പൊ അവളെ പേരെന്താന്ന് അവളെന്നെ മറന്ന മട്ട. കൂടിയിട്ടോ? അമാ ഊത്തീത്തും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഈ ഞാൻ പിന്നെ ഇതിന്റെ പിന്നാലെ പോകേണ്ടതുണ്ടോ? ഇല്ലല്ലോ. ഇത് ആ മുത്തശാബിഹാത്തുകൾ ആയത്തുകൾ എന്ന് പറയാം. ഇതുപോലെ അള്ളാഹുവിന് മുഖമുണ്ട്, അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് അർശുണ്ട്, അള്ളാഹുവിന് കുർസിയുണ്ട് എന്നൊക്കെ അള്ളാഹു പറയുന്നു. അപ്പൊ അള്ളാഹു കുർസി ഉണ്ടോ? ഉണ്ട്. അത് നമ്മുടെ ഈ പൊട്ടക്കസേര പോലത്തെ കുർസിയാണോ? അല്ലാന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? അല്ലാന്ന് പറയാൻ പറ്റും. നമുക്കറിയണ്ടേ? ആണെന്ന് പറയാൻ പറ്റുമോ? ആവാം എന്ന് പറയാൻ പറ്റുമോ? മൂന്നും പറയാൻ പറ്റില്ല. പിന്നെ എന്താ മറുപടി? നമ്മക്കറിയില്ല മനേന. നമ്മക്കറിയില്ല. അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അള്ളാഹു അവന്റെ അരസിൽ ഇരിക്കുന്നുണ്ട്. എങ്ങനെപ്പ ഇരുത്തം എന്ന് ചോദിച്ചാൽ ഗൗരവമുള്ള വിഷയം. നമ്മൾ ദീനിന്ന് പുറത്താവുന്നുള്ളതാ. നമ്മൾ ദീനിന്ന് പുറത്താകും. ഇസ്ലാമിൽ നിന്ന് ആദ്യമായി പുറത്തായ മനുഷ്യന്റെ പേരെന്താന്നറിയുകൾ? വാസുലുബിന് അത്താ എന്നാണ്. വാസുലുബിന് അത്താ. അയാൾ താബീകളിൽപ്പെട്ട ഒരു നല്ല പണ്ഡിതനായിരുന്നു. ഇമാം ഹസനുൽ ബസരിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനുമായിരുന്നു. മൂപ്പർ പഠിച്ച് ഓതി മറിയാൻ നമ്മൾ കേട്ടില്ലേ? ഓതി മറിഞ്ഞിട്ട് ഉസ്താദിനോട് ചോദിച്ച്, അല്ലുസ്താദെ, ഖാലല്ലാഹു തആല അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. അള്ളാഹു റഹ്മാനായ റബ്ബവന്റെ അർശിൽ ഇസ്തിവാ ഇരിക്കുന്നുണ്ട് എന്ന് ഖുർആനിലുണ്ടല്ലോ. കൈഫൽ ഇസ്തിവ? ആ ഇരുത്തപ്പ എങ്ങനെയായിരിക്കും? വിവരമില്ലാത്ത ആളല്ല ചോദിക്കണത്. നല്ല വിവരമുള്ള ആള് അതിനേക്കാൾ വിവരമുള്ള ഉസ്താദിനോടാ ചോദിക്കണത്. അപ്പൊ ഉസ്താദിന്റെ മറുപടി എന്തെന്നറിയോ? എടോ അൽ ഇസ്തിവാ മഅലൂം. അള്ളാഹുവിന് അങ്ങനെ ഒരു ഇസ്തിവാ ഉണ്ട് എന്നത് ഖുർആനിൽ വന്നതാണ്. അപ്പൊ അത് ഉള്ളതാണ്. വൽ കൈഫിയത്ത് മജ്ഹൂൽ. അതെങ്ങനെയാണ് ഒരാളോടും അള്ളാഹു പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരാൾക്കും അറിയൂല. വൽ ഈമാനു ബിഹി വാജിബ്. അള്ളാന്റെ കിതാബിൽ അത് പറഞ്ഞു എന്നതുകൊണ്ട് അള്ളാഹ്ക്ക് അങ്ങനെ അർശിലൊരു ഇസ്തിവാ ഉണ്ടെന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു. അതെങ്ങനെയെന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അത് ബിദ്അ. അത് റസൂല് ചോദിക്കാത്തതാണ്, സഹാബത്ത് ചോദിക്കാത്തതാണ്, ഞങ്ങളും ചോദിക്കാത്തതാണ്. പിന്നെ ഇജ്ജായിത്തെ പഞ്ചിത് തുടങ്ങി വെച്ചില്ലേ, ഫൽയഅ്തസിൽ അന്ന. ഇവൻ ഇനി നമ്മളെ കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല, അടിച്ച് പുറത്താക്കടാനാണ്. ആ ഫൽയഅ്തസിൽ എന്ന പദമാണ് പിന്നീട് മുഅ്തസില എന്നായത്. കൂടിയിട്ടുണ്ടോ? മുഅ്തസിലിയത്തിന്റെ നേതാവ്, സ്ഥാപകൻ വാസുൽ ഇബ്നു അത്താ ആണ്. അവരുടെ നിലപാടാണ് അള്ളാഹുവിന്റെ ആയത്തുകളിലെ മുത്തശാബിഹുകളായ ആയത്തുകൾ വ്യാഖ്യാനിക്കാം, വ്യാഖ്യാനിച്ചൊപ്പിക്കണം എന്നുള്ളത് അവരുടെ നിലപാടാണ്. ആരുടെ നിലപാടല്ല? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാടല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ സംഗതിയാണ്. ഇത് അൽ ഇസ്തിവാഉ മഅലൂം വൽ കൈഫിയത്തു മജ്ഹൂൽ വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ. അള്ളാന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുള്ളതാണ്. അള്ളാഹ്ക്ക് കയ്യുണ്ടെന്ന് പറഞ്ഞില്ലേ? അള്ളാഹ്ക്ക് കയ്യുണ്ടെന്നല്ല പറഞ്ഞല്ലോ. യഹൂദികൾ പറയുന്നു അള്ളാഹു അവന്റെ 2 കൈകളും കൂട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ബൽ യദാഹു മബ്സൂതതാൻ. അള്ളാഹുവിന്റെ 2 കൈകളും അവൻ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ചോദിക്കാണ്, ഇപ്പൊ അത് എങ്ങനെപ്പാ കയ്യ്? അതിപ്പോ എന്തൊരു കയ്യായിരിക്കും? അതിന് എത്ര വിരലുണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് അവസ്ഥ?
അങ്ങനെ ഒരു കയ്യേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? അത് കയ്യ് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാവർക്കും ഫാൻ ഉണ്ട് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാവരും നശിക്കും. വയബഖാ, ബാക്കി നോക്കിക്കാണി, വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. വയബഖാ വജ്ഹു റബ്ബ്, എന്താ വജ്ഹ്? മുഖം. ആരുടെ മുഖം? റബ്ബിന്റെ മുഖം. അപ്പൊ റബ്ബിന് മുഖം ഉണ്ടോ? ഉണ്ട്. കയ്യുണ്ടോ? ഉണ്ട്. അപ്പൊ എങ്ങനെ നമ്മൾ കുട്ടിക്കാലത്ത് കണ്ണുകളില്ലാതെ കാണുന്നോനല്ല പാടിയുന്നില്ലേ? കാതുകളില്ലാതെ കേൾക്കുന്നോനല്ല. ആരെ അള്ളാഹ്ക്ക് കാതില്ലാന്ന് ഇവരെ പഠിപ്പിച്ച്? ആരെ അള്ളാഹ്ക്ക് കണ്ണില്ലാന്ന് ഇവരെ പഠിപ്പിച്ച്? അള്ളാഹ്ക്ക് കണ്ണുണ്ട് എന്നും പഠിപ്പിച്ചിട്ടില്ല, ഇല്ലാന്നും പഠിപ്പിച്ചിട്ടില്ല എന്ന് വെച്ചാൽ നമ്മളെന്ത് പറയും? അള്ളാഹു ആയാലും ഞങ്ങൾക്കറിയൂല എന്നതാണ് അഹ്ലു സുന്നത്തിന്റെ നിലപാട്. മുഅ്മിനീങ്ങളത് ഇങ്ങനൊന്നും അല്ല. അറഫയിൽ, ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ് ഇവിടെ പറഞ്ഞ് ഇക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നല്ല, അറഫയിൽ നിന്നുകൊണ്ട് റസൂൽ ചോദിക്കാണ് നമ്മളിപ്പോ എവിടെ നിൽക്കുന്നത്? എന്തേ സ്വഹാബത്തിന് മറുപടി? അള്ളാഹു റസൂലും ആയാലെന്നാ മറുപടി അല്ലേ? ഓൽക്കറിയട്ടാ അറഫയുണ്ടെന്ന് ഓൽക്കറിയട്ട? അല്ല, അപ്പൊ റസൂൽ ചോദിച്ചു, അല്ല ഇത് അറഫയല്ലേ? ആ നബിയെ, അറഫ തന്നെയാണ്. ഇതിപ്പോ ഏതാ മാസം? റസൂൽ ചോദിക്ക സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴും മറുപടി അത് തന്നെ. ഏത്? അള്ളാഹു റസൂല് ആളരാം. ഇതേതാ നാട്? അപ്പോഴും ഒരു പറയാം അള്ളാഹു റസൂല് ആലം. അതെന്ത് നിങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചപ്പോ എന്തായാലും മറുപടി അറിയോ? ഇനിയിപ്പൊ അള്ളി റസൂൽ ഇതിന് വല്ല പുതിയ പേര് വിട്ടുകളിലോ? സുബ്ഹാനല്ലാഹ്, ആലോചിക്കളെ. ഇനി അള്ളി റസൂൽ ഇതിന് വല്ല പുതിയ പേര് വിട്ടുകളി, ഞങ്ങളായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് അതിന്റെ പാപം കൂടി ഞങ്ങൾക്ക് വേണ്ടല്ലോ. ചവിട്ടി നിൽക്കുന്ന പെറ്റുവീണ നാടിന്റെ പേര് ചോദിച്ചപ്പോ ഞങ്ങൾക്കറിയില്ല, അള്ളാഹ്ക്കും അള്ളാഹിന്റെ റസൂലിനാണ് അറിയാന്ന് പറഞ്ഞവരുടെ പേരാണ് അഹ്ലുസുന്ന വൽ ജമാഅ. അത് അങ്ങനെ തന്നെ അംഗീകരിക്കുമ്പോഴാണ് നമ്മൾ ആരാവുക? അഖിലാവുക. അസുന്ന വൽ ജമാഅ എന്നുള്ളത് അവരെ രണ്ടു കൂട്ടരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തിനെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ ആളുകൾ എന്നതാണ് അഹ്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അവരുടെ ആളുകൾ. അപ്പോ അത് എല്ലാ നിലയിലും അങ്ങനെ തന്നെ വേണം. ശരി, ഞാനിത് നിർത്തി. അപ്പൊ കാഫുമല കണ്ട പൂങ്കാറ്റോ പാടിയതല്ലേ കുറെ. എത്തിങ്ങാനി പഠിക്കുന്ന കാലത്ത് ഞാൻ നല്ല പാട്ട് തന്നെ നന്ദി. ഇതാണ് നമ്മളെ ഫേവറേറ്റ് പാട്ടുകളിൽ ഒന്ന്. പിന്നെ ഒരു ഉണ്ടസഖി ഒരു കുലപന്തിരി അല്ലേ? അപ്പോ പിന്നെ ഞാൻ പറഞ്ഞെന്താ അറിയോ? ഇതുമെന്ന് നമ്മൾ വിടണം, ഇതുമെന്ന് നമ്മൾ വിടണം. ഞാൻ ഇപ്പൊ വെറുതെ നിങ്ങളോട് പറയാണ്, നമ്മുടെ ശരീരത്ത് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാ പറഞ്ഞത്? 200 കിലോമീറ്റർ നീളത്തിൽ ഞരമ്പുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. 200-ലധികമാണ് അതിന്റെ കണക്കെന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മയിൽ അങ്ങനെയുള്ളത്. 200 കിലോമീറ്റർ ഞരമ്പുണ്ട് നമ്മുടെ ശരീരത്തിൽ. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റും? പറ്റൂല. നിങ്ങളാരും നമ്മളാരും കണ്ടുണോ? ഇല്ല. അത് കണ്ടു എന്ന് പറയുന്ന ആളുകൾ പറഞ്ഞപ്പോ നമുക്ക് അത് വിശ്വസിക്കാനും, റസൂല് പറഞ്ഞാൽ അത് അള്ളാഹു പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഇത് വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ നമ്മളുടെ ഈമാനിന് നേരെയുള്ള വെല്ലുവിളിയാണ് അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അത് മലയല്ല, അതൊന്നുമല്ല, അള്ളാഹു ആയാലെന്നാണ് അതിന്റെ മറുപടി. അത് വേണ്ട. അപ്പൊ 14 അക്ഷരങ്ങൾ, 29 സൂറത്തുകൾ. ആ 14 അക്ഷരങ്ങളും ആ ഈ മുത്തശാബിഹുകളായ ആയത്തുകളാണ്. അള്ളാന്റെ അർശ്, കുർസി, മുഖം, കയ്യ് മുതലായവ അവയും മുത്തശാബിഹുകളായ പ്രയോഗങ്ങളാണ്. അവരുടെ പിന്നാലെ പോകരുത്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് എന്തോ ഒരു ഗൗരവം നിറഞ്ഞ കാര്യം നമ്മളോട് പറയാനാണ്. ആ ഗൗരവമുള്ള കാര്യമാണ് വൽ ഖുർആനിൽ മജീദ്, മഹത്വമേറിയ ഖുർആൻ തന്നെയാണ് സത്യം എന്നാണ് പറയുന്നത്. മഹത്വം വൽ ഖുർആൻ, വല്ലാന്ന് നമ്മൾ പറയലില്ലേ? വല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവുമാണ് എന്നാണോ? അത് അള്ളയാണ് സത്യം എന്നാണ് അതിന്റെ അർത്ഥം. വല്ലാഹി, അള്ളയാണ് സത്യം എന്നാണ് അർത്ഥം. അതിനാണ് വൽ ഖുർആൻ എന്ന് പറഞ്ഞ. ഖുർആനാണ് സത്യം. അൽ മജീദ്, മഹത്വമേറിയ. നമ്മൾ സത്യം പറയുന്നത് പോലെയല്ല, സത്യം പറഞ്ഞു സത്യം ചെയ്യണ പോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യപ്രസ്താവന നടത്തുക എന്ന് വെച്ചാൽ
അത് അതീവ ഗൗരവതരമായ ഒരു സംഗതിയാണ് എന്ന്. അതുകൊണ്ട് അതിനെ പിന്നീട് പറയുന്ന കാര്യങ്ങളെ അതേ ഗൗരവത്തോടു കൂടി കാണണം. വൽ ആജിബൂ, പക്ഷെ അവർക്ക് അത്ഭുതമാണ്. ആരാണ് അവര്? മക്കാ മുശ്രിക്കുകൾ. അവർക്ക് അത്ഭുതമാണ്. എന്ത്? അൻജാഹും, വന്നതിനാൽ, അവർക്ക് വന്നതിനാൽ. ആര്? മുൻദിറും മിൻഹും, അവർക്കിടയിൽ നിന്നുള്ള ഒരു താക്കീതുകാരൻ അവരിലേക്ക് നിയോഗിക്കപ്പെട്ടത് കേട്ടപ്പോൾ അവർക്ക് അത്ഭുതമാണ്. ആരെ? അവർക്കിടയിലെ താക്കീതുകാരൻ? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ. താക്കീതുകാരൻ എന്നറിഞ്ഞ അർത്ഥം പ്രവാചകൻ എന്നർത്ഥം. ബഷീറൻ വ നദീറ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിലെ നദീർ, താക്കീത് നൽകുന്നവൻ ആണ് റസൂല്. അത് ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് വന്നല്ലോ, അതും ഇയാളായല്ലോ എന്നുള്ളതാ സങ്കടപ്പെരിക്കുക. അത്ഭുതേ. കാരണം ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ എഴുത്തും വായനയും അറിയാവുന്ന ആളുകളുണ്ട്, സാഹിത്യ പടുക്കളുണ്ട്, സമ്പന്നരുണ്ട്, ശേമൂശിയുള്ളവരുണ്ട്, അധികാരശേഷിയുള്ളവരുണ്ട്, കുടുംബ ബന്ധങ്ങളുടെ ആ ശക്തി പിൻബലമുള്ളവരുണ്ട്. ഇതൊന്നുമില്ലാത്ത ഈ മനുഷ്യനെയാണ് ഇപ്പൊ പ്രവാചകനാക്കാൻ കണ്ടത്രേ എന്നവർക്കൊരു അത്ഭുതം. അപ്പോഴാണ് അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് എന്നവരോട് പറഞ്ഞപ്പോൾ ഫഖാലൽ കാഫിറൂൻ, അപ്പോൾ നിഷേധികൾ പറഞ്ഞുപോയി, ഹാദാ ശൈഉൻ അജീബ്, ഇത് അത്ഭുതകരമായിരിക്കുന്നുവല്ലോ എന്ന് അവർ പറഞ്ഞുപോയി. സംഗതി ആചാര്യ ചോദ്യങ്ങളൊക്കെ നമുക്കും ചോദിക്കാം. 3-4 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളുകൾ മക്കയിലുണ്ടായിരുന്നു, അതിസമ്പന്നരുണ്ടായിരുന്നു, അധികാരശേഷിയുള്ള കിരീടം വെക്കാത്ത, ചെങ്കോലും കിരീടവും ഇല്ലാത്ത രാജാക്കളുണ്ടായിരുന്നു അവിടെ. മറുവാക്കില്ലാത്ത പൗരപ്രമാണിമാരുണ്ടായിരുന്നു അവിടെ. എല്ലാ കുടുംബങ്ങളുമുള്ള, എല്ലാ ഐശ്വര്യങ്ങളുമുള്ള മനുഷ്യന്മാരുണ്ടായിരുന്നു അവിടെ. അവർക്കിടയിൽ നിന്ന് ഒന്നുമില്ലാത്ത ഈ പാവം മനുഷ്യരെ പ്രവാചകനാക്കിയാൽ സങ്കടം പിന്നെ അത്ഭുതമില്ലാതിരിക്കൂല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അള്ളാഹു യഅലമു ഹൈതു യജഅലു റിസാലതഹു, അള്ളാഹു യഅലമു ഹൈതു യജഅലു റിസാലതഹു, തന്റെ ദൂത്, പ്രവാചകത്വം ആർക്ക് ഏൽപ്പിക്കണമെന്ന് അള്ളാഹ്ക്ക് നല്ലോണം അറിയാം. എന്ന് പറഞ്ഞാല് അതിൽ നിങ്ങൾ ഇടപെടണ്ട, ഞാൻ തീരുമാനിക്കും എൻ്റെ ആളെ. അള്ളാഹു യസ്തഫീ മിനൽ മലായികത്തി റുസുലൻ വമിനൻ നാസ് വലാകിന്നല്ലാഹ യജ്തബീ മിർ റുസുലിഹി മയ്യശാ. അല്ലാഹ് തിരഞ്ഞെടുക്കും, അല്ലാഹ് തീരുമാനിക്കും, അള്ളാഹു നിയോഗിക്കും. അതാരെയുമാവാം, അതിൽ ഇടപെടാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ കർമ്മഫലം കൊണ്ടോ നമ്മുടെ ജീവിത വിശുദ്ധി കൊണ്ടോ ദുനിയാവിൻ്റെയോ പരലോകത്തിൻ്റെയോ വിഷയത്തിൽ മറ്റുള്ളവർക്കിടയിൽ നമുക്കുള്ള മേന്മയുടെയോ അടിസ്ഥാനത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന പദവിയല്ല പ്രവാചകത്വം. അത് ദൈവീകമാണ്, ആർജിതമല്ല എന്നർത്ഥം. അത് ആർജിതമല്ല, നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന, നേടിയെടുക്കാൻ കഴിയുന്ന ഒരു പദവി അല്ല പ്രവാചകത്വം. പിന്നെ ഈ താലൂത്തിനെ രാജാവായി തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ച വിവരം യൂസ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലികളോട് പറയുമ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, ഇയാളോ, ഇവനാ ഞങ്ങളുടെ രാജാവ്, ഇവന് ഞങ്ങളോളം പൈസയില്ല, ഇവന് ഞങ്ങളോളം ഒന്നുമില്ല, പിന്നെ ഇവനെങ്ങനെ രാജാവാകണത്? അപ്പൊ അതിന്റെ മറുപടിയും അതൊക്കെ അല്ലാഹ് തീരുമാനം. അല്ലാഹു യൂതി മുൽക്കഹു മയ്യശാ എന്നാണ്. അല്ലാഹ് ഇത് ആർക്കാ കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ. അതിപ്പോ നമ്മളെ സംബന്ധിച്ചിപ്പോൾ കണ്ടതാണല്ലോ അല്ലേ. 10 കൊല്ലം ഇവിടെ എല്ലാമായി അവസാന വാക്കായി ഭരിച്ചിരുന്ന ഒരു ചങ്ങായിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താ നോക്കാണി അല്ലേ? അല്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ആ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ. അല്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, രാജാധിരാജനായ അല്ലാഹുവേ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അധികാരം നൽകും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ,
നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് നീ ഉള്ള അധികാരം തിരിച്ചു പിടിക്കും. നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ അന്തസ്സ് നൽകും. ഏത് അന്തസ്സുള്ളവരെയും നീ നിമിഷം കൊണ്ട് അപമാനിതനാക്കുകയും ചെയ്യും. അതിനൊക്കെ നിനക്ക് കഴിയും എന്ന് പറഞ്ഞത് ഇപ്പോ ഇന്ത്യക്കാരുടെ ജീവിതത്തിൽ ഏതായാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണല്ലോ, അല്ലെ? അതുകൊണ്ട് ഇതൊന്നും അഹങ്കരിക്കേണ്ടതല്ല. ഇതിനു ശേഷം ഇതേപോലെ പണ്ട് മലയാള കവികളിൽ ഒരാൾ പാടിയിട്ടുണ്ട്, 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. ഈ തണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടത്തെ ഇവിടുത്തെ രാജാക്കന്മാരും നാടുവാഴികളും ഒക്കെ നടന്നിരുന്നത് ഒരു പ്രത്യേക തരം മഞ്ചലിലായിരുന്നു. ആ മഞ്ചലും ചുമലിൽ വെച്ചിരുന്നത് നല്ല 2 മരക്കൊമ്പ്. ആ മരക്കൊമ്പാണ് തണ്ട്. മനുഷ്യരുടെ ചുമലിലേറി നടക്കുന്ന മനുഷ്യരെ ഇവിടെ അള്ളാഹു നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ മനുഷ്യരുടെ ചുമലിലേറി നടക്കുന്നവരാണ് തണ്ടിലേറി നടക്കുന്നവൻ എന്ന് പറഞ്ഞത്. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. മാളിക മുകളേറിയ മന്നന്റെ, മന്നൻ എന്ന് പറഞ്ഞ രാജാവ് എന്നർത്ഥം. തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ, തെണ്ടിയാക്കുന്നതും ഭവാൻ എന്നർത്ഥം, അല്ലേ? അപ്പൊ ഇതിലൊന്നും അഹങ്കരിക്കേണ്ടതില്ല. പഴയ നാടുവാഴികൾ, പഴയ ജന്മി സമ്പ്രദായങ്ങൾ, ഇവിടെ ഇങ്ങനെ നാട് പറപ്പിച്ച് നടന്നിരുന്ന പഴയ കാല ബ്രാഹ്മണ്യത്തിന്റെ വക്താക്കളുടെ പിന്മുറക്കാരുടെ അവസ്ഥ, ഇവിടുത്തെ പല കോടീശ്വരന്മാരുടെയും അവസ്ഥ നമുക്ക് മനസ്സിലാവുന്ന സംഗതിയാണ്. അധികമൊന്നും പറയേണ്ടതില്ല. എനിക്കറിയാവുന്ന 2 ആളുകളുണ്ട്. എന്താണ്? പൈസ കണ്ണ് 100ന്റെ നോട്ട് കൊണ്ട് സിഗരറ്റ് കത്തിച്ച് വലിച്ചിരുന്ന ഒരാൾ, ഒറ്റ പുള്ളിമറിക്കലിന് 40 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് പണയം വെച്ചിരുന്ന ഒരാൾ, ഇപ്പോൾ പക്ഷേ അറബി വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി നോക്കുകയാണ്. അറിയൂ? ആ കഥ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും മിനിഞ്ഞാൻ അതേ അവസ്ഥയേക്കാൾ ദുരിതമയമായ മറ്റൊരവസ്ഥ. പള്ളിയിൽ വരിസംഖ്യ തരാനില്ല. പള്ളിയിൽ 100 രൂപ വരിസംഖ്യ തരാനില്ല. അയാളുടെ വല്യപ്പയുടെ പേരിൽ 450 ഏക്കർ തോട്ടമുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഒരു സംഗതി, നമ്മളുണ്ടായിട്ടാണ് പണം ഉണ്ടായത്. അത് വരും പോകും. ആർക്ക് വരുന്നും ആരടുത്തുനിന്നും പോകുന്നു അല്ലാഹു ആണലം. അപ്പൊ അതിൻ്റെ പേരിലൊന്നും നമുക്കൊരു നെകളിപ്പ് വേണ്ട. കൂടുതൽ കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ വിനയമുള്ളവരാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ബൽ അജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. ഒരത്ഭുതം അവർക്ക് അതാണ്. മറ്റൊരത്ഭുതം എന്താണെന്നറിയങ്ങള്? അവരുടെ ചോദ്യമാണ് ഇനി അവർക്ക് അത്ഭുതമായി. തൗഹീദ് പറയുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അത് തമ്മിൽ കെട്ടുപണഞ്ഞാണ് കിടക്കുക. തൗഹീദിൽ നിന്ന് ആഖിറത്തിനെയോ ആഖിറത്തിൽ നിന്ന് തൗഹീദിനെയോ വേർപിടിക്കാൻ കഴിയില്ല. തൗഹീദ് അനുഷ്ഠിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആഖിറത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അപ്പോ ആഖിറത്ത് പരലോകത്തിന് ശരിയായ പരലോക വിശ്വാസം ഇല്ലാത്തവർക്ക് എന്തിന് കഴിയില്ല? കലർപ്പില്ലാത്ത തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിയൂല. ശരിയായ പരലോക വിശ്വാസമുള്ളവൻ തൗഹീദ് കൈവിടാതെ നോക്കുകയും ചെയ്യും. എന്താണ് ശരിയായ പരലോകം? വത്തഖൂ യൗമൻ ലാ തജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ വലാ തുഖ്ബലു മിൻഹാ ശഫാഅ വലാ തുഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. അല്ലേ? വത്തഖൂ യൗമൻ ലാ യജ്സി നഫ്സുൻ അൻ നഫ്സിൻ ശൈഅ. ഒരാൾക്ക് വേണ്ടിയും ഒരു ഗുണം ഉപകാരം ചെയ്യാൻ പറ്റാത്ത ദിവസം, ഒരാളുടെയും ശുപാർശയോ എന്തെങ്കിലും ഒന്ന് പകരം നൽകിയിട്ട് രക്ഷപ്പെടാനുള്ള അവസരമില്ലാത്ത ദിവസം. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ഇന്നത്തെ അധികാരം ആർക്കാണ്? എനിക്കാണ് എന്ന് അല്ലാഹ് തന്നെ പറയുന്ന യൗമുദ്ദീനാണ് പരലോകം. യൗമുദ്ദീനാണ് പരലോകം.
അതാണ് മാലിക്കി യൗമുദ്ദീൻ. യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ. ആ യൗമുദ്ദീൻ അംഗീകരിക്കുന്നിടത്താണ് എന്തുണ്ടാവുക? യൗമുദ്ദീൻ കലർപ്പില്ലാതെ അംഗീകരിക്കുന്നിടത്താണ് എന്തുണ്ടാവുക? തൗഹീദ് ഉണ്ടാകുക. വൈദാ ദുക്റല്ലാഹ വഹ്ദഹു ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ വഇദാ ദുക്റല്ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. മിസ്കാത്തിന്റെ വാക്കല്ല, അല്ലാഹ് പറയാണ് വൈദാ ദുക്റല്ലാഹ വഹ്ദഹു ദുക്റല്ലാഹു വഹ്ദഹു. നിങ്ങൾ അള്ളാഹുവിനെ മാത്രമേ വിളിക്കാവൂ, പ്രാർത്ഥിക്കാവൂ, ഇബാദത്ത് എടുക്കാവൂ എന്ന് അവരോട് പറഞ്ഞാൽ, ആരോട്? ഇസ്മഅസ്സത് ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറ. പരലോകത്തിൽ ശരിയായ വിശ്വാസമില്ലാത്തവന്റെ മനസ്സിൽ ഒരു തരം അസ്വസ്ഥത, ഒരു തരം ചൊറിച്ചിലുണ്ടാകും. നവൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി. റബ്ബിനെയും വിളിക്ക, ബാക്കിയുള്ളവരെയും വിളിക്ക എന്നാ അങ്ങോട് പറയണമെന്ന് വെച്ചാൽ ഇദാഹും യസ്തബ്ശിറൂൻ. നിങ്ങൾക്ക് അവന് തലയണ വെച്ച്, തലയിടമട്ട് ടർക്കി വെച്ച്, അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ചന്ദനത്തിരിയും മെഴുകുതിരിയും വെച്ച്, അതിന്റെ നടുക്ക് പ്ലേറ്റ് വെച്ച് പൊരിച്ച കോഴിയും ചപ്പാത്തിയും നല്ലോണം തരും എന്നല്ലേ ഇതിന്റെ അർത്ഥം? വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനിഹി. റബ്ബിനെ കൂടാതെ മറ്റുള്ളവരെയും നിങ്ങൾക്ക് ആരാധിക്കാം, പ്രാർത്ഥിക്കാം, നേർച്ച, വഴിപാട്, സഹായതേട്ടം എന്നിങ്ങനെ പല പേരിലും, ഇടതേട്ടം എന്ന പേരിൽ നിങ്ങൾക്കത് നടത്താം എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി. ആർക്ക്? ഖുലൂബുല്ലദീന ലാ യുഅ്മിനൂന ബില്ലാഹ്. അപ്പൊ പരലോകമില്ല എന്നല്ല അവരെ വിശ്വാസം. പരലോകമുണ്ട്, പിന്നെ എന്തില്ല? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ വിവരിച്ചതുപോലുള്ള ഒരു പരലോകം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വല മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. ഒരു മാതാപിതാക്കൾക്കും മക്കൾക്ക് വേണ്ടിയും ഒരു മോനും മാതാപിതാക്കൾക്ക് വേണ്ടിയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം. മുഅ്മിനീങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. അതിൽ ആദ്യത്തെ വാപ്പയമ്മയായിട്ട് വരുന്നത് ആരാ? ആദം ഹവ്വ ദമ്പതിമാർ. ആദ്യത്തെ മകനായിട്ട് വരുന്നത് ആരാ? ഹാബീൽ. ശ്രദ്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. കുറ്റം ചെയ്ത ആദ്യത്തെ മകനായ ആ വാപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ആദ്യത്തെ മകൻ ഹാബീലാണ്, അല്ലേ? വത്ലു അലൈഹിം നബഅ ബനി ആദമ ബിൽ ഹഖി ബിദ് ഖറബ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമാ എന്ന് പറയുന്ന സൂറത്ത് മാഇദയുടെ 27 മുതൽ 31 വരെയുള്ള ആയത്ത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹാബീൽ നരകാവകാശിയാണെന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. ആ ഹാബീലിനെ മുമ്പിൽ നിർത്തിയിട്ട് ഈ പാവം മനുഷ്യൻ നിലവിളിക്കും. എന്ത്? പടച്ചോനെ, ഇന്ന മാനന്റെ അടുത്തല്ലേ എന്നാ നിലവിളിക്ക, ഇവനെ കഴിച്ചിലാക്കണേന്ന് നിലവിളിക്കൂല എന്നതിന്റെ അർത്ഥം. നിങ്ങളെ നല്ലോണം ആലോചിച്ചോളയും. രണ്ടാമത് ആ വാപ്പ ആരാ? നൂഹ് അലൈഹിസ്സലാമാണ്. ആണോ അല്ലേ? മുമ്പിൽ വന്ന് നിൽക്കേണ്ടുന്ന മകനേരാ? യാ ബുനിയ ഇർകം മഅനാ വലാ തകും മിനൽ കാഫിരീൻ എന്ന ആ കപ്പലിൽ നിന്നുകൊണ്ട് നെഞ്ചത്തടിച്ച വാപ്പ നിലവിളിച്ചപ്പോ സആവി ഇലാ ജബലിൻ യഅ്സിമുനി മിനൽ മാ എന്ന് അഹങ്കരിച്ച ആ മകൻ ഫകാന മിനൽ മുഗ്റഖീൻ, ആ മഹാപ്രളയത്തിൽ മുങ്ങിച്ചത്ത കനാൻ വാപ്പയുടെ മുമ്പിൽ വന്ന് നിൽക്കും. വാപ്പ നിലവിളിക്കും പടച്ചവനെ എന്ന് പറഞ്ഞിട്ട്. എന്തിന്? രക്ഷപ്പെടുത്താനല്ല, അല്ലേ? എന്നിട്ടല്ലേ വഅനത്തിൽ വുജൂഹുൽ ഹയ്യിൽ ഖയ്യൂം എന്ന സൂറത്താ പറഞ്ഞ് ഒരൊറ്റ മനുഷ്യന്റെ മുഖം വന്ന് ഉയരുക പോലുമില്ല. തിരിച്ചു വെച്ചോളി. ഇതിൽ മുമ്പിൽ വന്നു വിടുന്ന മക്കളുടെ ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കാണി. മക്കളുടെ ലിസ്റ്റ് ഒന്നാമത് മുമ്പിൽ വന്നു വിടുന്ന മകന്റെ പേര് ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. അപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാമാണ് മുമ്പിൽ വന്നു വിടുന്ന മഹാരഥനായ മകൻ. നിസ്സഹായാവസ്ഥ പ്രകടിപ്പിക്കുന്നത് ആരുടെ മുമ്പിലാണ്? അള്ളാന്റെ മുമ്പിൽ. എന്ത് നിസ്സഹായാവസ്ഥ? പാപ്പ വന്ന് മുമ്പിൽ വന്ന് ഇബ്രാഹിമിനോട് കൈപിടിച്ച് നിലവിളിക്കുന്നു. എന്തിന്? മോനെ, ഇജ്ജ് അള്ളാന്റെ സ്വന്തം ആളല്ലേ, ഒന്ന് പാപ്പാക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയടാം. മകന്റെ നിലവിളി എന്താ അറിയോ? റബ്ബി അലം യഅദിനി അല്ലാ യുഖ്ദം അല്ലാ യുബഅദിനി അല്ലാ തുഖ്ദിനി.
പടച്ചവനെ എന്നെ അപമാനിക്കൂല എന്ന്, ഖിയാമത്ത് നാളിൽ എന്നെ അപമാനിക്കൂല എന്ന് നീ പറഞ്ഞല്ലേ, നിന്റെ വാപ്പനെ ഈ കോലത്തിൽ കാണുന്നതിനേക്കാൾ വലിയൊരു അപമാനം എനിക്ക് എന്താണ് പടച്ചവനെ, ഈ അപമാനത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുമ്പോ അള്ളാഹു അപമാനത്തിൽ നിന്ന് രക്ഷിക്കുന്നത്, എന്നാ ഇബ്രാഹിമെ പറഞ്ഞത് ഇജ്ജല്ലേ, അന്റെ വാപ്പയല്ലേ, എന്നാണ് പൊയ്ക്കോളി രണ്ടാളും കൂടി സ്വർഗത്തേക്ക്. നല്ല പിന്നെ പറഞ്ഞെന്തറിയോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ചെളി പുരണ്ട ഒരു ചെന്നായയായി മാറും ആസർ, എന്നിട്ടത് ആളുകളുടെ കാൽ കീഴിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നില ഓലിയിട്ട് കൊണ്ട് ഓടി നരകത്തിൽ പോയി ചാടും എന്നാണ്. വാപ്പി മക്കളും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആരാ? ഭർത്താക്കന്മാരാ. ദുഃഖമാണല്ലോ പറയാ. പരിശുദ്ധ ഖുർആന്റെ ഒരു അത്ഭുതം നോക്കാണി. വലഖദ് ദറബനാ ലിന്നാസി ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മതൽ. മനുഷ്യർക്ക് ബുദ്ധിയുള്ളവർക്ക് തിരിച്ചറിയാനുള്ള എല്ലാ ഉപമകളും ഖുർആനിലുണ്ട്. മക്കളായി മാതാപിതാക്കളായി ഇതാ വരുന്നു അടുത്തയാള്. വളറബല്ലാഹു മതലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹി വഇംറഅത ലൂത്ത കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ ഫലം യുഗ്നി അൻഹുമാ മിനല്ലാഹി ശൈആ വഖീല ദുഖുലൻ നാറ മഅദ്ദാഖിലീൻ. ഹദീസ് പറഞ്ഞാലല്ലേ നമ്മൾ അത് ലൈഫാകാൻ സാധ്യതയില്ലേ എന്നൊരു തോന്നലുണ്ടാവുള്ളൂ. സൂറത്ത് തഹ്രീമിലെ ഈ ആയത്ത് ലോകപ്രശസ്തമായതാണല്ലോ അല്ലേ. അവിശ്വാസികൾക്ക് ഇതാ രണ്ട് റോൾ മോഡലുകൾ, നൂഹിന്റെയും ലൂത്തിന്റെയും അലൈഹിമസ്സലാം ഭാര്യമാർ. കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹീൻ, നമ്മുടെ സച്ചരിതരായ രണ്ട് അടിമകളുടെ കൂടെ ജീവിച്ചവർ. ഫഖാനതാഹുമാ, പക്ഷെ ഭർത്താക്കന്മാരുടെ നിയോഗത്തെ, പ്രവാചകത്വത്തെ അവർ കളവാക്കി. ഭർത്താക്കന്മാരുടെ പ്രവർത്തനത്തെ ചതിച്ചു തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു. ഫലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈആ, ആ രണ്ടുപേർക്കും ഭർത്താക്കന്മാരാണ്, രണ്ടുപേരും പ്രവാചകന്മാരാണ് എന്നതിനാൽ അതിന്റെ ഒരാനുകൂല്യവും പരലോകത്ത് കിട്ടിയിട്ടില്ല. വഖീല, മറിച്ച് അവരോട് അല്ലാഹു പറഞ്ഞു, ഉദ്ഖുലൻ നാറ മഅദ്ദാഖിലീൻ, മറ്റുള്ളവരെ പോലെ നിങ്ങളും നരകത്തിൽ പോയിക്കൊള്ളുക. തൊട്ട് താഴെ നോക്കാണി ഒരു ഭാര്യ, അതാരാ? വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. അല്ലേ, അള്ളാഹു വിശ്വാസി സമൂഹത്തിന് മാതൃകയായി വെച്ച വനിതാ രത്നങ്ങളിൽ ഒന്നാമത്തെ പേരുകാരി ആസിയ ബിൻത് മുസാഹിം റളിയല്ലാഹു അൻഹ. ഭർത്താവ് ഫിർഔൻ. എന്തെങ്കിലും ഒരു ഗുണം ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ ആ ഭാര്യയ്ക്ക് കഴിഞ്ഞതായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. മോമിനിങ്ങളെ നമ്മൾ ഒന്നുകിൽ വാപ്പാരുമാരുമാണ് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ മക്കളാണ്, അല്ലെങ്കിൽ നമ്മൾ ഭാര്യമാരാണ്, അല്ലെങ്കിൽ നമ്മൾ ഭർത്താക്കന്മാരാണ്. ഇനി ഞാൻ ആ പറഞ്ഞ ആദ്യത്തെ ആയത്തൊന്നതേ കാണും. എന്താണ് വത്തക്കോയോമല്ല യജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ വലാ യുഖ്ബലു മിൻഹാ ശഫാഅത്തുൻ വലാ യുഖദു മിൻഹാ അദ്ൽ വലാ ഹും യുൻസറൂൻ. ഒരാളുടെയും ശുപാർശയോ ഒരാളിൽ നിന്നും എന്റെ കരള് പകുത്തു കൊടുത്തിട്ട് എന്റെ മോനെ എനിക്ക് രക്ഷിക്കാമെന്ന് പറയുന്ന ഉമ്മമാരുണ്ട്, വാപ്പാരുണ്ട് അല്ലേ. ഭർത്താവിന്റെ കരളുമായി ജീവിക്കുന്ന ഭാര്യയുണ്ട്, ഭാര്യയുടെ കരളുമായി ജീവിക്കുന്ന ഭർത്താവുണ്ട്. അതൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്ന നിങ്ങള് വലാ യുഖദു മിൻഹാ അദ്ൽ, ഒരാൾക്ക് വേണ്ടിയും മറ്റൊരാളിൽ നിന്ന് യാതൊന്നും പകരമായി വെക്കാൻ കഴിയില്ല. വലാജിബു, ആ ഒരു പരലോകത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും തൗഹീദിലേക്ക് ഒരു നേരിയ തുള്ളി പോലും കലർപ്പ് ആയി വരാൻ നമ്മുടെ മനസ്സിൽ ഇടമുണ്ടാവില്ല. സാധാരണ നമ്മൾ പറയുന്നത് എന്താ അറിയോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞതാണ്. മുഅ്മിനീങ്ങളെ ഖുർആൻ നേരിട്ട് നിരത്തിയ ഉദാഹരണങ്ങൾ അപ്പൊ ഞാനീ പറഞ്ഞു. ഖുർആൻ നേരിട്ട് നിരത്തിയ ഉദാഹരണങ്ങൾ ആദമും കാബീലും അല്ലേ, നൂഹും കനാനും, ഇബ്രാഹിമും ആസർ, ലൂത്ത് നബിയും നൂഹ് നബിയും ഭാര്യമാരും, ആസിയ ബീവിയും ഫിറഔൻ. ഈ നാലിൽ ഒരു പദവി ഇല്ലാത്ത ആരാ ദുനിയാവിലുള്ളത്?
ഈ നാലിൽ ഒരു പദവിയില്ലാത്ത ആരാ ദുനിയാവിലുള്ളത്? അതുകൊണ്ടാ പറഞ്ഞത് വത്തഖു യൗമ യാ അയ്യുഹന്നാസു ഇത്തഖു യൗമൻ ഇത്തഖു റബ്ബക്കും വഖ്ശഉ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈഅ. ഒരു വാപ്പ മാതാപിതാക്കൾക്കും മക്കൾക്കും വേണ്ടിയോ ഏതെങ്കിലും മക്കൾക്ക് തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ഒരു ഉപകാരം ചെയ്യാൻ കഴിയില്ല. അത് വിശ്വസിച്ചാൽ പിന്നീട് തൗഹീദിൽ കലർപ്പുണ്ടാവുകയില്ല. വഅനീബൂ ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു എന്ന് ഖുർആൻ പറയുന്നത് നമ്മളോട് അങ്ങനെയാണ്. ആകയാൽ ഈ തിരിച്ചറിവുള്ളവരായി നിങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് പഞ്ചപുച്ഛമടക്കി ചെയ്ത തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിലേക്ക് തിരിച്ചു വിനയത്തോടെ നടന്നു ചെല്ലുവീൻ എന്ന് റബ്ബ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നടക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ നോക്കാൻ നിങ്ങൾ തുറാബൻ, ഇവരാദ്യം നിഷേധിച്ചത് മരണാനന്തര ജീവിതത്തെയാണ്. അഇദാമിത്തിന, ഞങ്ങൾ മരിക്കുകയും വക്കുന്ന തുറാബൻ, ഞങ്ങൾ പിന്നീട് ചീഞ്ഞളിഞ്ഞ് മണ്ണായി പോവുകയും ചെയ്താലും തിരിച്ചു വരുന്നാണോ ഇപ്പൊ നിങ്ങൾ പറയണത്? എന്നാ പിന്നത് വല്ലാത്തൊരു അത്ഭുതം തന്നെയായിപ്പോയി. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ ഇൻ ഹിയ ഇല്ലാ മൗതത്തുൽ ഊലാ ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയാ നമൂതു വനഹ്യ വമാ നഹ്നു ബിമബ്ഊതീൻ. നമ്മൾ ഇവിടെ ജീവിക്കും, ഇവിടെയാണ് മരിക്കും, അതല്ലാണ്ട് വേറൊരു ജീവിതമൊന്നും ഇല്ല മക്കളെ. അതിനൊരു തെളിവില്ല. ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, അങ്ങനെ ഒരു സാധ്യത വിദൂരമായി പോലും ഇല്ല എന്ന് പറഞ്ഞാണ് തള്ളാണ് അവർ ചെയ്തത്. അതില്ലെങ്കിൽ പിന്നെ എന്ത് തമ്മാടിത്തരം ചെയ്താലും പട്ടി ചത്തുപോണ പോലെ ഇവിടെ ചത്തുപോയാൽ മതി എന്ന് അവർ വിചാരിച്ച് അല്ലേ ഇവര് വിചാരിച്ചത്. ആ ചിന്ത നമുക്കില്ലാതിരിക്കാൻ കാരണം നമ്മളുടെ മനസ്സുകളിൽ അള്ളാഹു നിക്ഷേപിച്ച ഹുജറാത്തിന്റെ അവസാനത്തെ രണ്ടാമത്തെ ആയത്ത് നമ്മൾ ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ. തൊട്ടുമ്പത്തെ പേജ് കേൾക്കണി അല്ലേ? അള്ളാഹു നിങ്ങൾക്ക് ഈമാൻ തന്നത് അല്ല നിങ്ങളോട് കാണിച്ച വലിയൊരു ദയാവായ്പാണ്. ആ ദയാവായ്പ നമുക്ക് ലഭ്യമായത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു പരലോക പേടി ഉണ്ടായത്. ആ പരലോക പേടി എവിടെ വെച്ച് നഷ്ടപ്പെടുന്നുവോ അവിടെ വെച്ച് തൗഹീദ് നഷ്ടപ്പെടും. അതെവിടെ വെച്ച് കുറയുന്നുവോ അവിടെ വേറെ ആളുകൾ കൂടിക്കൂടും. എവിടെ വെച്ച് ഈ പരലോക വിശ്വാസം വഴിതെറ്റിയോ അവിടെയാണ് എന്ത് വരിക? ശിർക്ക് കടന്നു വരിക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രിയപ്പെട്ട നമ്മുടെ ബഹുഭൂരിപക്ഷം മുസ്ലിം സഹോദരങ്ങൾക്കും പരലോക വിശ്വാസം ഇല്ലായിട്ടല്ല, അത് വഴിതെറ്റിയതാ. എന്തേലും ചെയ്തിട്ട് അള്ളാന്റെ അടുത്തത് കഴിച്ചിലായ മതിയെന്നോന്ന് ബേജാറാകണോടത്താണ് ആരെ കൊണ്ടുവച്ചത്? ഇന്നാ അങ്ങോട്ട് പോയി എന്ത് ചെയ്യുന്ന ഉൾപ്പെടെ മൂപ്പരെ കഴിച്ചിലാക്കി തീർന്നു. നിങ്ങൾ സത്യസന്ധമായി മനസ്സിലാക്കാനാ. നിങ്ങൾ അമൃത തങ്ങളെ വിളിച്ചോളി, നിങ്ങൾ ബദരീങ്ങളെ വിളിച്ചോളി, ഓലെ കള്ളാന്റെ സ്വന്തം ആൾക്കാരാ. നമ്മൾ പറഞ്ഞാൽ കേട്ടില്ലേനും അല്ല ഓല് പറഞ്ഞാൽ കേൾക്കാതിരിക്കൂല എന്ന് പറഞ്ഞപ്പോ പടച്ചോന്റെ അടുത്തുനിന്ന് കഴിച്ചിലാകാൻ വേണ്ടിയിട്ട് ഇവരെടുത്ത് പോയി വീണതാ. അങ്ങനെയാണ് ശിർക്ക് ഇത്ര പച്ചയായി അവസാനം പൂവും വള്ളിയും മരവും ഒക്കെ ഇവിടെ പ്രാർത്ഥിക്കപ്പെടുന്ന കേന്ദ്രങ്ങളായി മാറിയത്. അള്ളാന്റെ അടുത്തേക്ക് അണയാൻ വേറെ വഴി നോക്കി അള്ളാന്റെ അടുത്തേക്ക് അണയാനാണ്. അത് തന്നെ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. 39-ാം അധ്യായം സൂറത്ത് സുമറിന്റെ 3-ാമത്തെ ആയത്തിൽ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഇവരൊക്കെ കൂടെ ഞങ്ങളെയാണ്ട് അള്ളാന്റെ അടുത്തേക്ക് അടുപ്പിക്കാൻ പറ്റും, ഇവരെ ഞങ്ങൾ കൂടി പിന്നെ പ്രീതിപ്പെടുത്തിയാൽ എന്നത് വിചാരിച്ചിട്ടല്ലാതെ ഇവരൊന്നും ഇപ്പൊ ദൈവങ്ങളാണ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നാണ് മക്കാ മുശ്രിക്കുകൾ പറഞ്ഞത്. അതിന് മുമ്പുള്ള മുശ്രിക്കുകൾ പറഞ്ഞതും ഹൗലായി സുഫാവുനായിട്ടല്ല, പഠിച്ചോണ്ടിട്ട് ഇവരൊക്കെ ഞങ്ങൾക്ക് ശുപാർശ പറയുന്ന ഞങ്ങൾ വിശ്വസിക്കണുള്ളൂ, ഇവരൊന്നും സമതീയത്തുള്ള ദൈവങ്ങളാണെന്ന് വിശ്വസിക്കണില്ല എന്ന് പറഞ്ഞ ആളുകളാണ് ഇതും ഈ പറഞ്ഞതും. അപ്പൊ ഇത് രണ്ടും കൂടി കൂട്ടിവെച്ച് വായിച്ചാൽ ശരിയായ പരലോക വിശ്വാസം ഇല്ലാത്തവർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക. ആ ഇലാമിത്തിന വക്കുന്ന തുറാബൻ, വേറൊരിടത്ത് തുറാബൻ മഴ ഇലാമൻ, എല്ലും മണ്ണും എല്ലുമായി പോയാലോ. മൂന്നാമതിനോടത്ത് ഇലാമം റുഫാത്തൻ, ഞങ്ങൾ തുരുമ്പിയ എല്ലുകളും കുറെ തുരുമ്പലുകളുമായി പോയാൽ പിന്നൊക്കെ ഞങ്ങൾ തിരിച്ചു വരുന്ന അപ്പൊ നിങ്ങൾ വിചാരിക്കണമെന്ന ആ ചോദ്യത്തിന് അല്ലാഹു സൂറത്ത് ഇസ്രായേൽ മറുപടി പറഞ്ഞത് ഖുൽ കൂനു ഹിജാറതൻ ഔ ഹദീദ ഔ ഖൽഖൻ മിമ്മാ യക്ബുറു ഫീ സുദൂരിക്കും.
നിങ്ങൾ ഇനിയിപ്പോ മണ്ണും കല്ലും ഒന്നും ആവണ്ട, അതൊക്കെ ബലം കുറഞ്ഞ സാധനങ്ങളല്ലേ. ഓനോ ഹിജാറത്തൻ, നിങ്ങൾ വല്ല കരിമ്പാറ ആയിക്കോളിടോ മരിച്ചിട്ട്, ഔ ഹദീദൻ അല്ലെങ്കിൽ വല്ല ഇരുമ്പുരുക്കും ആയാൻ ആഗ്രഹിച്ചോളിയും, ഔ ഹലക്കമ്മിമ്മ സുദൂരിക്കും, ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു സാധനമാണ് നിങ്ങൾ മരിച്ചിട്ടാകാൻ വിചാരിച്ചോളിയും. വല്ലാത്തോടത്താനല്ലേ. എന്നിട്ട് നിങ്ങൾ ചോദിക്കും, ഇനി ആരാ ഞങ്ങളെ മടക്കുക? ഇപ്പൊ നമ്മള് മഹാപർവ്വത, അല്ലെങ്കിൽ ഇരുമ്പുരുക്ക, അതല്ലെങ്കിൽ കരിമ്പാറക്കട്ട, ഇത്ര വലിയ ശക്തിയുള്ള ഞങ്ങൾ ആരാ തിരിച്ചുകൊണ്ടുവരാ? നിങ്ങൾ ചോദിച്ചു നോക്കിയും. അപ്പൊ ഒരൊറ്റ മറുപടി കൊടുത്തേക്ക്, എന്താണ്? കോലില്ലതീ ഹലക്കും അവനെ മറ. ആരപ്പങ്ങൾ ഒന്നുമില്ലായ്മയെന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയത് അവൻ തന്നെ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ചിലപ്പോ കളിയാക്കി ചോദിച്ചു നേരും, പസയുണയിലേക്ക് റൂസക്കും തല ഇങ്ങനെ താത്തി കോട്ടി ആട്ടിയിട്ട് അവർ ചോദിക്കും, അറ്റാഹുവ എപ്പോഴാ മഹമ്മദേ എന്ന് ചോദിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എളുപ്പം പറഞ്ഞളി, അസായ്യക്കൂന കരീബ, ചിലപ്പോ ഇപ്പൊ തന്നെ ഉണ്ടായിരുന്നു വരും. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ ഇപ്പൊ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരുന്നു വരും എന്നാണ് പറഞ്ഞിട്ടേക്ക്. ആ ബേജാറ് കുടുങ്ങിയപ്പോഴാണ് സ്വഹാബത്ത് അള്ളാന്റെ ഇഷ്ടക്കാരായത്. അങ്ങനെ ഒരു ബേജാറും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ സമുദായം അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് എത്തിപ്പെടാൻ താമസിക്കുന്നതും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അപ്പൊ അവർ പറഞ്ഞതാ, ഇതാ മിഥുനാവക്കുന്ന തുറാബൻ പഴയത്, അത് വളരെ വിദൂരമായ സാധ്യതയുള്ള ഒരു മടക്കമാകും എന്നാണ് അവർ പറഞ്ഞത്. വരാനൊരു ഒരു സാധ്യതയും കാണുന്നില്ല, ഒരു മാർഗം കാണുന്നില്ല, അങ്ങനെ വരാൻ ഒരു മാർഗം കാണുന്നില്ല. അപ്പൊ അള്ളാഹു പറയുന്നത്, നിങ്ങൾ മണ്ണും കല്ലും തുരുമ്പൊക്കെ ആയി പോകുന്നല്ല പറഞ്ഞത്. കത് അലിംന, തീർച്ചയായും. ആ കത് എന്ന് പറഞ്ഞാല് തീർച്ചയായും എന്നർത്ഥം. കത് അലിംന, നമുക്കറിയാം, നമുക്കറിയാം. കൊടുത്ത് പടുത്തയച്ചാക്കി പറയും, കാമത്തിന്റെ സമയമായി. കത് അലിംന മാ തൻഖുസുൽ അർളു മിൻഹും, നിങ്ങളിൽ നിന്ന് മരണശേഷം ഭൂമി നഷ്ടപ്പെടുത്തുന്നത്, ഇല്ലാതാക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി അറിയും. വഇൻദനാ കിതാബുൻ ഹഫീള്, നമ്മുടെ കയ്യിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ വ്യക്തമായ രേഖാഗ്രന്ഥം സൂക്ഷ്മമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് താനും എന്ന്. അപ്പോ ആ ആയത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ചയാക്കാം. ആ ഒരു ബേജാറ് വേണം. ഏത്? വഇൻദനാ കിതാബുൻ ഹഫീള്, നിങ്ങളുടെ ജീവിതരേഖ നാം വളരെ വൃത്തിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കാൻ, മരിക്കാൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.